പ്രകാശൻ കോടതി തന്നെ ചോദിച്ചല്ലോ, കളി തുടങ്ങിയതിനു ശേഷം നിയമം മാറ്റുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന്. സാധാരണഗതിയിൽ പ്രോസ്പെക്ടസിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ നിയമം വരിച്ച് ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ട്. ഇനി അധികാരമുണ്ടെന്നുള്ള വാദമാണല്ലോ, അത് നിൽക്കില്ല CM പ്രകാശൻ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്തു കളഞ്ഞു. അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തോട്ടിലെറിഞ്ഞു ആ വാദം. ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താം, കോടതി എല്ലാം വിടൂ. സാമാന്യ ജനത്തെ കുറിച്ച് ആലോചിക്കൂ CM പ്രകാശൻ. ഈ പരീക്ഷ എഴുതിയ കുട്ടികൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്ന് CM പ്രകാശന് മനസ്സിലായതൊന്ന് പറഞ്ഞു തരൂ. എങ്ങനെയാണ് ഇതില് ഞാൻ പറഞ്ഞല്ലോ 14 വർഷക്കാലമായി നിലനിൽക്കുന്ന ഒരു വിവേചനം പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 14 വർഷമായി അനീതി നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ പ്രവേശന നടപടികൾ തുടങ്ങിയതിനു ശേഷമാണോ തിരുത്തേണ്ടത്? കഴിഞ്ഞ വർഷത്തെ പ്രവേശന നടപടി പൂർത്തിയായപ്പോൾ തന്നെ ഈ വിവേചനത്തെ കുറിച്ച് അറിയാമായിരുന്നല്ലോ, അന്നേ തിരുത്താമായിരുന്നില്ല. 2, നിങ്ങൾ ഈ പറയുന്ന റിവ്യൂ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അല്ലല്ലോ ഈ പ്രോസ്പെക്ടസ് തിരുത്തൽ നടത്തിയത്. തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു, പക്ഷേ കോടതി അത് പൊളിഞ്ഞു. കോടതി രേഖകൾ വലിച്ചു വരുത്തി പരിശോധിച്ചു. പിന്നെ ഹൈക്കോടതി പരിഗണിച്ചത് ഈ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നടപടിക്രമങ്ങളെ, പ്രൊസീജിയേഴ്സിനെ വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ 5+3+2 എന്ന് പറയുന്ന ഫോർമുല, നേരത്തെ 1:1:1 ആയിരുന്നു, അത് 5+3+2 എന്ന ഫോർമുലയിലേക്ക് മാറ്റിയത് ഈ പറയുന്ന റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമല്ല. കാരണം ഈ റിപ്പോർട്ടിൽ, റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ആ കമ്മിറ്റിയുടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ എവിടെയും അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമല്ല, അവർ അവതരിപ്പിച്ച 4-5 ശുപാർശകൾ അവതരിപ്പിച്ചിട്ട് അവർ പറയുകയാണ് അത് പഠിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ്, അതിനെ സംബന്ധിക്കുന്ന വിശദമായ പഠനം ആവശ്യമാണ്. ഈ അധ്യയന വർഷം ഇതിലെ ഒരു പ്രപ്പോസലും നടപ്പാക്കാൻ പാടില്ല. അടുത്ത അധ്യയന വർഷത്തേക്ക് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ പഠനങ്ങൾ നടത്തി ഒരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ നടപ്പാക്കാവൂ എന്നതാണ് റിവ്യൂ കമ്മിറ്റിയുടെ കൺക്ലൂഷൻ. അപ്പൊ അങ്ങനെ ഒരു നിഗമനം അവതരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന ഗവൺമെന്റിന് ഈ പറയുന്ന റിവ്യൂ കമ്മിറ്റി കൊടുത്തത്. ഇത് സ്വീകരിക്കാതെയാണ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും അവസാനം പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്ന തലേ ദിവസം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നതും. അത് ഒരു കാരണവശാലും ജനാധിപത്യ വിരുദ്ധമാണ്, അതൊരു നടപടിക്രമത്തിന്റെ ലംഘനമാണ്. അതാകട്ടെ ഏതെങ്കിലും ഒരു പഠനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതുമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ നടത്തിയ പരീക്ഷയും ആ പരീക്ഷയുടെ മൂല്യനിർണ്ണയവും അതിന്റെ റാങ്ക് പട്ടികയുടെ രൂപീകരണവും യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്ന ആ നടപടിക്രമങ്ങളിലെല്ലാം ലംഘനം നടന്നിരിക്കുന്നു. അവിടെ മറ്റെന്തോ താല്പര്യപ്രകാരം സർക്കാർ അവസാന നിമിഷം മാറ്റം വരുത്തുകയാണ് ചെയ്തത്. കേരള ഗവൺമെന്റിന്റെ സ്കൂളുകളിലെ കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്നത് കൊണ്ട് ഇങ്ങനൊരു മാറ്റം വരുത്തി എന്ന് കോടതിയിൽ പറഞ്ഞാൽ നിലനിൽക്കുന്നതല്ല. മറിച്ച് കോടതി എല്ലാം ഇന്ത്യയിലെ പൗരന്മാരാണ്, അതൊരു വിവേചനമായിട്ട് മാറും എന്നുള്ളതാണ്.